വളരെ ധനികനായ ഒരാൾ ഒരു സെൻ ഗുരുവിനെ ചെന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാവങ്ങളെ സേവിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോളൂ. വളരെ വിദൂരത്തു നിന്നൊരമ്മ തൻ്റെ കൃഷിസ്ഥലത്തുണ്ടാക്കിയ ചോളം കൊണ്ടുണ്ടാക്കിയ ഒരു റൊട്ടി, അതിൽ മണ്ണിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു, കൊണ്ട് ഗുരുവിന് സമർപ്പിച്ചു. ഗുരു അതിൽ തൊടാതെ പറഞ്ഞു, നീ ഇതെടുത്ത് കഴിക്കൂ എന്ന് പറഞ്ഞു. ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് ഭംഗിയുള്ള, ഒരുപാട് രുചിയുള്ള ഭക്ഷണം കഴിച്ചിരുന്ന ധനികന് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എങ്കിലും അദ്ദേഹം അത് പുറത്ത് കാണിക്കാതെ ഒരു തരത്തിലത് കഴിച്ചിറക്കി. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇനി എന്താണ് ഇവരെ സേവിക്കാൻ ഇടങ്ങ് പറഞ്ഞൊരു വേഗം. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കുട്ടി വളരെ ദൂരെ നിന്ന് ഒരു പാത്രമൊക്കെ പിടിച്ചു വരുന്നുണ്ട്. അതിന് വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, അതിൽ നിറച്ച് മോരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ കഴിക്കൂ ഇതൂടെ. അപ്പം അദ്ദേഹം അതും മനസ്സോടെ കഴിച്ചു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, താങ്കൾ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ദൂരേക്ക് നോക്കിയപ്പോഴത്തേക്ക് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രസ്സ് കൊടുക്കുന്നു. ആ ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് ഇനി ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അതുതന്നെയാണ്. കാരണം നീ അവരുണ്ടാക്കിയ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ നീ അവരിൽ ഒരാളായി മാറും. അവരുടെ വിശപ്പ്, അവരുടെ വിയർപ്പ്, ബുദ്ധിമുട്ടുകൾ എല്ലാം നിനക്കത് മനസ്സിലാവും. നീ വെള്ളം കുടിച്ചപ്പോൾ അത് തന്നെ സംഭവിച്ചു. അതിൻ്റെ വൃത്തിയും വൃത്തികേടും എല്ലാം നിനക്ക് തിരിച്ചറിയുവാനും അതിനുപരിയായിട്ട് അവരെ സ്നേഹിക്കുവാനും നീ പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരുടെ അതിഥിയായി നീ കഴിയുകയായിരുന്നു ഇതുവരെ. ഈ കാര്യം മനസ്സിലാക്കിയാൽ അവരെ സേവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന്. പണ്ടത്തെ കാലത്തുള്ള ഈ കഥകളൊക്കെ ആരെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്തിട്ട് സെൽഫി എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. സെൻ അത്ര ബ്യൂട്ടിഫുൾ അല്ലേ?